വള്ളംകളി ഓർമ്മകൾ പങ്കുവച്ച നടൻ കുഞ്ചാക്കോ ബോബൻ നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ഭാഗ്യചിഹ്നത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ചാക്കോച്ചനെ നേരിട്ട് കാണാൻ നിരവധി ആരാധകരാണ് തടിച്ചുകൂടിയത്. സിനിമാ ലോകത്തെത്തിയ ശേഷവും ആലപ്പുഴക്കാരുടെ സ്വന്തം ചാക്കോച്ചനായ കുഞ്ചാക്കോ ബോബൻ ആലപ്പുഴയിൽ നടക്കുന്ന മിക്ക പരിപാടികളിലും ക്ഷണിതാവായി എത്താറുണ്ട്. എത്ര തിരക്കുകൾക്കിടയിലാണെങ്കിൽ പോലും അതിന് മാറ്റം വരുത്താറില്ല. കാരണം തൻ്റെ മുത്തച്ഛനും മുത്തച്ഛിയുമൊക്കെ ജീവിച്ച കുട്ടനാടിൻ്റെ ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിച്ചാണ് കുഞ്ചാക്കോ ബോബൻ എന്ന ചാക്കോച്ചൻ ആലപ്പുഴയിലെത്താറ്. നമുക്കറിയാം, നെഹ്റു ട്രോഫി വള്ളംകളി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജലമാമാങ്കമാണ് എന്നുള്ളത്. ജലപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നിവിടെ അഭിസംബോധന ചെയ്യുമ്പോൾ അതിൽ യാതൊരു അതിശയക്തിയുമില്ല. കാരണം അത് എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ ആലപ്പുഴക്കാർ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ലോകത്തിന് മുമ്പാകെ. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ആലപ്പുഴക്കാരൻ എന്നുള്ള നിലയിലും ചെറിയൊരു അഹങ്കാരമുണ്ട്. അഹങ്കാരത്തിന് പ്രാപ്തനാക്കിയത് നമ്മളെല്ലാവരും കൂടെയാണ്, അല്ലെങ്കിൽ ആലപ്പുഴക്കാരാണ്. 70ാമത് നെഹ്റു ട്രോഫി ജലമേളയുടെ ഭാഗമായാണ് ചാക്കോച്ചൻ ആലപ്പുഴയിലെത്തിയത്. മാവേലിക്കര രാജാ രവിവർമ്മ കോളേജിലെ ഒരു പെൺകുട്ടി വരച്ച ചിത്രമാണ് ഇത്തവണ നെഹ്റു ട്രോഫിയുടെ ഭാഗ്യചിഹ്നമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ആദ്യമായാണ് നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ ഒരു പെൺകുട്ടിയുടെ ചിത്രം ഭാഗ്യചിഹ്നമായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. ലോഗോ പ്രകാശനത്തിന് ശേഷം കൂട്ടുകാരോടൊപ്പം സൗഹൃദം പങ്കുവച്ചാണ് ചാക്കോച്ചൻ മടങ്ങിയത്. ഷാജഹാൻ, കൈരളി ന്യൂസ്, ആലപ്പുഴ.